മലപ്പുറം കൊണ്ടോട്ടി അരീക്കോട് കെട്ടിടത്തിന് തീപിടിച്ചു. മെഡ്രാസ് ടവർ എന്ന കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ബാറ്ററി കടയ്ക്കാണ് തീപിടിച്ചത്. വിവരങ്ങൾ നൽകാനായി ഗോകുൽ കെ വേണുഗോപാൽ തുടരുന്നുണ്ട്. ഗോകുൽ, ഇതിപ്പോൾ കെട്ടിടത്തിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള സംശയമൊക്കെ ഉണ്ട്. എന്താണ് അത്? സ്ഥിരീകരിക്കാവുന്ന കാര്യമാണോ? നിലവിൽ ഇപ്പോൾ ഈ തീയണയ്ക്കുന്ന ശ്രമങ്ങളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? ഒരാളെ കെട്ടിടത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. മൊബൈൽ ഫോണിന്റെ ഫ്ലാഷ് ഓൺ ആക്കിക്കൊണ്ട് നാട്ടുകാർക്ക് അദ്ദേഹം സിഗ്നൽ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിനകത്ത് ഒരാൾ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള വിവരം മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹം നിൽക്കുന്ന റൂമിന്റെ ജനൽ തകർത്ത് അദ്ദേഹത്തെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ആ കെട്ടിടത്തിന് തീ അടയ്ക്കാനുള്ള ശ്രമങ്ങൾ ഏറെക്കുറെ വിജയകരമായി എന്ന് പറയാം. കാരണം വെള്ളം ഒഴിച്ച് തീ കൊടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തീ നിയന്ത്രണ വിധേയമാണ് എന്ന് മനസ്സിലാക്കുന്നു. കുടുങ്ങിക്കിടക്കുന്ന ആളെ ഏതാനും നിമിഷങ്ങൾക്കകത്ത് തന്നെ പുറത്തെത്തിക്കാൻ സാധിക്കുമെന്നും അവിടെയുള്ള ആളുകൾ നാട്ടുകാരുമായി ബന്ധപ്പെടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 10:20 കൂടിയിട്ടായിരുന്നു അരീക്കോട് റൂട്ടിലെ മദ്രാസ് ടവർ എന്ന് പറയുന്ന കെട്ടിടത്തിലെ ബാറ്ററി ഷോപ്പ് പ്രവർത്തിക്കുന്ന ഭാഗത്ത് നിന്ന് ഒരു പൊട്ടൽ ശബ്ദം കേട്ടത്. അതിനടുത്തൊക്കെ മൊബൈൽ ആക്സസറി ഷോപ്പുകളൊക്കെ ഉണ്ട്. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ഫയർഫോഴ്സുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തീ പടരുന്നത് എന്തായാലും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരാൾ കുടുങ്ങിക്കിടക്കുന്നു എന്നത് സ്ഥിരീകരിക്കാനും അയാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പം നടക്കുകയും ചെയ്യുന്നുണ്ട്. അയാൾ നിൽക്കുന്ന റൂമിന്റെ ഒരു പോർട്ടൽസ് ഒക്കെ പ്രവർത്തിക്കുന്ന കെട്ടിടമാണത്. അതിന്റെ ജനൽ തകർത്തുകൊണ്ട് കട്ടിളപ്പാടി ഇളക്കി മാറ്റി ആളെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അദ്ദേഹത്തിന് മറ്റ് അപകടമൊന്നും ഉണ്ടാകില്ല എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ പുറത്തെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അവിടെ ഉള്ള ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. അമൃത, ഇതിപ്പോൾ കൂടുതൽ കെട്ടിടങ്ങളിലേക്കൊന്നും തീ പടർന്നിട്ടില്ല അല്ലേ ഗോകുൽ? ഇല്ല, അത്തരത്തിലുള്ള സാഹചര്യമില്ല. കാരണം എയർപോർട്ടിൽ നിന്നുള്ള അത്യാധുനിക സംവിധാനത്തോടു കൂടിയിട്ടുള്ള സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഫയർഫോഴ്സിന്റെ യൂണിറ്റ് ഒക്കെ അവിടെ എത്തിക്കുന്നുണ്ട്. വളരെ വേഗതയിലും ശക്തമായും വെള്ളം ചീറ്റിക്കാൻ സാധിക്കുന്ന സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഫയർഫോഴ്സ് യൂണിറ്റാണ് അവിടെ എത്തിയിട്ടുള്ളത്. മലപ്പുറത്ത് നിന്നും 2 യൂണിറ്റ് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ മറ്റു കെട്ടിടങ്ങളിലേക്ക് പടരുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആദ്യം കാണുന്ന ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണുന്നത് ആദ്യം തീ പിടിച്ച സമയത്തുണ്ടായിരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നുമൊക്കെ ഇപ്പോൾ തീ കെട്ടിലുള്ള മറ്റു ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ശക്തിയായി വ്യാപിക്കുന്നതിന് ശ്രമം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഈ കുടുങ്ങിക്കിടക്കുന്നത് ആരാണ് ഗോകുൽ? ഈ ബാറ്ററി കടയിലെ തൊഴിലാളിയോ മറ്റോ ആണോ? അതിനെ സംബന്ധിച്ച വിവരം ഇപ്പോൾ ലഭ്യമായിട്ടില്ല. അതാരാണ് എന്നതിനെ സംബന്ധിച്ച വിവരം ഇപ്പോൾ ലഭ്യമായിട്ടില്ല. ഏറെക്കുറെ ഇപ്പോൾ കെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആരാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്ന് നാട്ടുകാർക്കും ലഭ്യമല്ല. അദ്ദേഹം അതിനകത്ത് നിന്ന് മൊബൈലിന്റെ ഫ്ലാഷ് ഓൺ ആക്കി കാണിച്ചതിനാലാണ് ഒരാൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച വിവരം, അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിന് അത് കാണിക്കാൻ സാധിച്ചത് എന്തായാലും ഭാഗ്യമായി എന്ന് വേണം കരുതാൻ. അത് കണ്ട് മനസ്സിലാക്കിയ നാട്ടുകാർ തീ കെടുത്തുന്നതിനൊപ്പം തന്നെ ആളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരുപക്ഷെ ഈ സമയത്ത് അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുണ്ടാവുമെന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ വിളിച്ച സമയത്ത് തന്നെ ഇപ്പൊ പുറത്തെത്തിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം നാട്ടുകാർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ജനൽപ്പാളികൾ തകർത്തുകൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇപ്പോൾ ഏറെക്കുറെയൊക്കെ തീ പൂർണ്ണമായും ശമിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പൂർണ്ണമായും ഒക്കെ ശമിച്ചു എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ആരാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച കാര്യവും പുറത്തെത്തിച്ചാൽ മാത്രമേ അറിയാൻ വേണ്ടി സാധിക്കൂ. അദ്ദേഹത്തിന് അപായമൊന്നും സംഭവിക്കുന്നില്ല എന്ന ആത്മവിശ്വാസവും സൂചനയും തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ നമുക്ക് നൽകിയിട്ടുള്ളത്. ഏതായാലും ആ കുടുങ്ങിക്കിടക്കുന്ന വ്യക്തിയെ വളരെ വേഗത്തിൽ പുറത്തെത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത്. വിവരങ്ങളാണ് ഗോകുൽ കെ വേണുഗോപാൽ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.